ഇന്ത്യ പാകിസ്ഥാൻ ഏറ്റുമുട്ടലുകൾ നിരവധി തവണ നമ്മൾ കണ്ടു. ഒരിടത്ത് പോലും പാകിസ്ഥാന് വിജയിക്കാൻ സാധിച്ചില്ല. 1999 കാർഗിലിൽ നമ്മൾ കണ്ടതാണ്. അന്ന് 500 ചില്ലുവാനം പട്ടാളക്കാരെ, ഏതാണ്ട് 523 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, പട്ടാളക്കാരെ നമുക്ക് നഷ്ടപ്പെട്ടെങ്കിലും, അവരുടെ ജീവൻ ബലി കൊടുക്കേണ്ടി വന്നെങ്കിലും നമ്മൾ ആ യുദ്ധത്തിൽ വിജയിച്ചു. ഇപ്പോഴിതാ ഓപ്പറേഷൻ സിന്ദൂർ, അവിടെ നമുക്ക് ഒരു ജീവൻ പോലും നഷ്ടപ്പെടാതെ നമുക്ക് വിജയിക്കാനായി. അപ്പോൾ ഈ നേരത്തെ നമ്മുടെ കാർഗിലിൻ്റെ വിജയം നമ്മൾ പിന്നീട് നമ്മുടെ സ്കൂൾ പാഠപുസ്തകങ്ങളിലൊക്കെ അതിനെ സംബന്ധിച്ച വിവരങ്ങൾ ഉൾപ്പെടുത്തി. ഇപ്പോഴിതാ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചും അതുപോലെ ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു. അത് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. എന്താണ് സാർ ഇതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? ഇത് ഇതൊക്കെ പാഠ്യഭാഗത്തിൽ വരണം, ചരിത്രമല്ലേ. അതുമല്ല, കുട്ടികൾ അറിയേണ്ട വേറൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഈ ഭീകരവാദികൾ ഇവർ ലോകത്തിനുണ്ടാക്കുന്ന നാശം എത്രത്തോളമാണ് എന്ന് തിരിച്ചറിയാം. അവർ വിതയ്ക്കുന്ന ദുരിതം. കാരണം ഈ കേരളം ഉൾപ്പെടെ പലയിടങ്ങളിലേക്കും മത തീവ്രവാദികൾ നുഴഞ്ഞു കയറി, നമുക്കറിയാം, ചെറുപ്പക്കാരെയൊക്കെ ഇതിലേക്ക് കൊണ്ടുപോകുന്നു, ആയുധ പരിശീലനം കൊടുക്കുന്നു, അല്ലേ, പണമൊക്കെ വാഗ്ദാനം ചെയ്ത് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? അപ്പോൾ അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി, കാരണം ഈ താഴെ തട്ടിൽ മുതൽ, സ്കൂൾ തലത്തിൽ മുതൽ തന്നെ ഇവർ ഈ പാകിസ്ഥാൻ ഭീകരതയുടെ ഉറവിടമാണെന്നും ഭീകരാക്രമണം ലോകത്തിന് തന്നെ നാശമാണെന്നുമൊക്കെ കുട്ടികളിൽ തിരിച്ചറിവുണ്ടാക്കണം. അല്ലെങ്കിൽ ഈ പുതിയ കാലത്തിൽ വരുമ്പോൾ ഇത്തരത്തിലുള്ള ഇതിനോട്, ഈ ഭീകരതയോട് ഇത്തരത്തിലുള്ള ചില ഈ സാഹസികമായിട്ടുള്ള എന്തോ ആയിരിക്കും ഇവർ കരുതുന്നത്. അങ്ങനെ അതിലേക്കൊരു ആകർഷണം ഉണ്ടാകരുത്. അപ്പം അത്തരത്തിൽ കാര്യങ്ങൾ, അതായത് നല്ല രീതിയിൽ ചിന്തിക്കാൻ ഇവരെ പ്രാപ്തരാക്കണം. അതായത് നമുക്ക് മതമൗലികവാദം അതിൻ്റെ വേരിൽ വെച്ച് തന്നെ നശിപ്പിക്കുക, വരുന്ന തലമുറയ്ക്ക് കൃത്യമായിട്ട് ദേശീയ ബോധവും രാഷ്ട്രസ്നേഹവും ഉണ്ടാകുക, അതൊക്കെയാണ് ലക്ഷ്യമിടുന്നത് ഇതിലൂടെ, അങ്ങനെ പറയാം അതല്ലേ? ചില ലോകത്ത് ചില രാജ്യങ്ങൾ കുട്ടികളെ പേനയോ പെൻസിലോ അല്ല കൊടുക്കുന്നത്, അവർക്ക് ആയുധം, തോക്കെടുക്കാനാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. നമ്മളത് അഫ്ഗാനിലും ഒക്കെ കണ്ടത്. അല്ല, അത് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കണം. ഇപ്പം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം അവരുടെ മുഴുവൻ സ്വത്ത് വിഹിതം, അവരുടെ ധനം മുഴുവൻ വ്യയം ചെയ്യുന്നത് ഈ ഇത്തരത്തിലുള്ള കാശ്മീരിൽ ഭീകരവാദം വളർത്താൻ വേണ്ടിയിട്ട് മാത്രമാണ്. ലോകത്ത് എവിടെ ഭീകരാക്രമണം ഉണ്ടായാലും അതിന് പിന്നിൽ പാകിസ്ഥാന്റെ അവർ ശ്രമിച്ചു, പക്ഷേ അത് പരാജയപ്പെട്ടു പോയി. കാശ്മീരിലാണ് ഒരു അല്പകാലം നീണ്ടു നിന്നത്. ഇപ്പോൾ കാശ്മീരും അവർ പരാജയപ്പെട്ട മട്ടാണ്. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം ചരിത്രത്തിനകത്ത് കുട്ടികൾ ഇന്ത്യ പാക് വാർ പഠിക്കുന്നുണ്ടല്ലോ, യുദ്ധം നമ്മൾ പഠിക്കുന്നു, പഞ്ചശീല തത്വങ്ങളൊക്കെ നമ്മളൊക്കെ ഓർക്കുന്നുണ്ട്. പഞ്ചശീല തത്വങ്ങളൊക്കെ കാണാതെ പഠിച്ചു കൊണ്ടുപോയി പരീക്ഷയ്ക്കൊക്കെ എഴുതിയത്. കുട്ടികൾ ഇതും അറിയണം, എന്താണ് ഓപ്പറേഷൻ സിന്ദൂർ. അപ്പോൾ ഇപ്പം വിദേശത്ത് പല സംഘങ്ങളായി പോയി തിരിഞ്ഞ് ഇന്ത്യ ഈ ഭീകരാക്രമണത്തെ എങ്ങനെ ചെറുത്തു എന്നുള്ളത് ബോധ്യപ്പെടുത്തുകയുണ്ടായി. അങ്ങനെ പോയ സംഘങ്ങളെ കുറിച്ചും ഒക്കെ ഇതിനകത്ത് വരണം. കാരണം ഇത് ഇനിയൊരു 20 വർഷമോ 50 വർഷമോ കഴിഞ്ഞാലും ഇതിവിടെ അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. അടയാളപ്പെടുത്തിയിരിക്കുന്ന കാര്യം പുതുതലമുറയിലേക്ക് കൊടുക്കണം എന്നുള്ളതാണ്. കാരണം ഇത് പഠിക്കുമ്പോൾ നമ്മളങ്ങനെയാണല്ലോ, പാഠപുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന ചില അറിവുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നേരായ വഴിക്ക് പോകുന്നത്. ഒരു പാഠപുസ്തകം നമ്മളെ തെറ്റായ വഴിക്കൂടെയും കൊണ്ടുപോകാൻ വേണമെങ്കിൽ അതിനകത്ത് തെറ്റായ സന്ദേശമാണ് തരുന്നതെന്നുണ്ടെങ്കിൽ, ഈ പാകിസ്ഥാൻ്റെ ഭീകരാക്രമണത്തെ വാഴ്ത്തിക്കൊണ്ട് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ കുട്ടികളും ഭീകരന്മാരായി മാറും. അതാണ് ആ സാഹസികത ആണ് നല്ലത്. ചാവേറായി മാറുക, ഈ ചാവേർ എന്താണ് എന്നുള്ളത് രീതിയിലൊക്കെ ആയി പോകത്തില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഈ നമ്മൾ കുട്ടികൾ എൻവയോൺമെൻ്റൽ കാര്യങ്ങൾ സയൻസ് പഠിക്കുന്നത് പോലെ തന്നെ
ഈ ചരിത്രത്തിനകത്ത് ഇതും പഠിക്കണം. നമ്മുടെ രാജ്യം ആ സമയത്ത് രാജ്യത്തിനകത്തുള്ള രാഷ്ട്രീയ വൈരമെല്ലാം മറന്ന് ഒന്നിക്കുകയുണ്ടായി. കാശ്മീരിനെ പറ്റി പ്രത്യേകം പഠിക്കണം. കാശ്മീരിനെ അടർത്തി മാറ്റാനായിട്ട് ഒരു തീവ്ര ശക്തികൾക്കും കഴിയില്ല എന്നാണ് രാജ്യം തെളിയിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ ഇവിടെ രാജ്യം നരേന്ദ്രമോദി ഭരിക്കുന്ന കാലത്തായിരുന്നു എന്നൊക്കെ ചരിത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തുമ്പോൾ ചിലർക്കത് ഉൾക്കൊള്ളാൻ അവർക്കത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഇത് ചരിത്രമാണല്ലോ, ഇല്ലാത്ത കാര്യമല്ലല്ലോ. അതെ, നടന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നു പുതുതലമുറയ്ക്ക് അറിയാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഇതിനകത്ത് കാരണം ഈ ഭീകരാക്രമണം എന്ന് പറയുന്ന നമ്മൾ പഠിക്കുന്ന കാലത്ത് അത്തരത്തിൽ ഈ ഭീകരാക്രമണം എന്ന് പറയുന്ന ഒന്ന് നമ്മൾ ചരിത്രത്തിൽ അങ്ങനെ ഇല്ല സാറേ. നമ്മൾ ഈ 90കളുടെ പകുതി വരെ നമ്മൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് സത്യത്തിൽ അജ്ഞരാണ്. അപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു ഈ 90കളുടെ ആദ്യമാണല്ലോ ഇറാഖ് കുവൈറ്റിനെ ആക്രമിക്കുന്നതും അങ്ങനെ വലിയ 89 നമ്മൾ അന്ന് കേൾക്കുന്ന 2 വാക്കുകളാണ് ഈ സ്കഡ് മിസൈലും പേട്രൈറ്റ് മിസൈലും. ഇറാഖ് അവിടുന്ന് സ്കഡ് മിസൈൽ അയക്കുന്നു. മിസൈൽ തന്നെ അതെ, കേൾക്കുന്നത് അപ്പോഴാണ്. അമേരിക്ക പേട്രൈറ്റ് ഉപയോഗിച്ച് അതിനെ തകർക്കുന്നു. ഈ സ്കഡ് വീണ് തകർന്നു കിടക്കുന്നതിൻ്റെ ചിത്രങ്ങളൊക്കെ അന്ന് ദൂരദർശൻ വാർത്തയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്കിപ്പോഴും വളരെ ഓർമ്മയുണ്ട് അതൊക്കെ. പക്ഷേ അതിനുശേഷം ഒരു 95-നൊക്കെ ശേഷമാണ് നമ്മൾ ഈ ഭീകരവാദം, മതമൗലികവാദം എന്നൊക്കെ നമ്മൾ കേട്ടു തുടങ്ങിയത്. അതിൻ്റെ പേരിൽ സ്ഫോടനങ്ങൾ നടക്കുന്നു, ചാവേർ ആക്രമണങ്ങൾ നടക്കുന്നു, ലോകത്ത് പലയിടത്തും അങ്ങനെ പൊട്ടിത്തെറികൾ സംഭവിക്കുന്നു. ഇതൊക്കെ നമ്മൾ പഠിച്ചു തുടങ്ങിയത് ആ 95-ന് ശേഷമാണ്. 95, 96 ആ കാലം തൊട്ടൊക്കെയാണ് നമ്മളിത് പതുക്കെ കേട്ടു തുടങ്ങുന്നത്. എന്തായാലും കുട്ടികൾ ഓപ്പറേഷൻ സിന്ദൂർ പോലെ ഇന്ത്യ വിജയം നേടിയ ഈ പറയുന്നത് വലുതും ചെറുതുമായ സംഘർഷങ്ങൾ, യുദ്ധം എന്ന് പറയാൻ സാധിക്കില്ല, വലുതും ചെറുതുമായ സംഘർഷങ്ങൾ, അതിനെക്കുറിച്ച് പഠിക്കട്ടെ, അവർ കാര്യങ്ങൾ അറിയട്ടെ, കൂടുതൽ ദേശീയ ബോധമുള്ളവരായി വളരട്ടെ. ഈ അടുത്ത കാലത്തല്ലേ ഈ 2047 രാജ്യം ഒരു മത അല്ലേ മുസ്ലിം രാഷ്ട്രമാക്കി അല്ലേ മാറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ചില തീവ്രവാദികളൊക്കെ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. അത് തീവ്രവാദികളുടെ ഒരു ആഗ്രഹമാണ്. അതെ. അപ്പോൾ ഇതൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഇങ്ങനെ ഒരു തീർച്ചയായിട്ടും അവർ ഭാവിയിൽ വഴിതെറ്റിപ്പോകാതിരിക്കാൻ ഇത് വലിയ അളവ് പോലെ സഹായിക്കും. അപ്പോൾ അവരുടെ യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ള ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഈ ദുഷ്ചെയ്തികൾ പോലും അറിയണം. അതെ. അപ്പോൾ തിരിച്ചറിവുണ്ടാകും കുട്ടികൾക്ക്. അതെ. എന്താണ് അവർ വളർത്തുന്ന ഭീകരത? മതത്തിൻ്റെ പേരിൽ ഒരു മാഷിൻ്റെ കൈവെട്ടിയത് അല്ലേ, കലാലയത്തിൽ പഠിക്കാൻ സമർത്ഥനായ ഒരു കുട്ടി കൊല്ലപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെ അറിയേണ്ട കാര്യമാണ്. അപ്പോൾ ഇതിലൂടെ ശരിയും തെറ്റും തിരിച്ചറിയുകയായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ ചരിത്രം അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ അത് പാഠപുസ്തകത്തിൽ എത്തിക്കുന്നത്, പക്ഷേ ഇന്നതൊരു വലിയ വാർത്തയായിട്ട് വന്നിട്ടില്ല, ചെറിയൊരു വാർത്ത മാത്രമാണ്. പാഠപുസ്തകത്തിൽ കൊണ്ടുവരുന്നതിനോട് പലർക്കും ചിലപ്പോൾ എതിർപ്പുണ്ടാകും. ഇപ്പം തന്നെ പ്രതിപക്ഷം ഈ ഓപ്പറേഷൻ സിന്ദൂറിലെ ചില കാര്യങ്ങളോട് വലിയ എതിർപ്പ് രേഖപ്പെടുത്തി നിൽക്കുകയാണ്. അവർ ചിലപ്പോൾ പാഠപുസ്തകത്തിൽ വരുന്നതിനെയും എതിർക്കും. അല്ല, അത് സ്വാഭാവികമാണ് സാറേ. ഒന്നാമത്തെ കാര്യം, ഈ ഇപ്പോൾ നേടിയ ഈ വിജയം അത് ഇപ്പോൾ ഭരിക്കുന്നവരുടെ ഒരു രാഷ്ട്രീയ വിജയം കൂടിയാണ്. അതിനെ അംഗീകരിക്കാൻ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല. അവർക്കതിൽ ഒരു മടിയുണ്ട്. ഇതൊക്കെ നമ്മുടെ ഭാവി തലമുറയെ സ്വാധീനിക്കുമെന്ന് തീർച്ചയാണ്. അത് തന്നെയാണ് അവരതിനെ ഭയക്കുന്നത്.